ഈ കഥയമമ്മയിൽ നമ്മൾ കുറേ രസകരമായ സംഭവങ്ങൾ പറഞ്ഞു. എനിക്ക് തോന്നുന്നത് ഒരു ദുരൂഹമായ ഒരു കൊലപാതകത്തിൻ്റെ കഥ. അതും മുഖ്യമന്ത്രിയായിരുന്ന ആൾ, പഞ്ചാബിലെ മുഖ്യമന്ത്രിയായിരുന്ന ഒരാൾ, അതും പഞ്ചാബിലെ ഏറ്റവും മികച്ച മുഖ്യമന്ത്രിയിൽ ഒരാൾ, നെഹ്റുവിൻ്റെ വിശ്വസ്തൻ. നെഹ്റു മരിച്ച പിറ്റേ മാസം മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ച ആൾ. അത്രയും വിശ്വസ്തതയുണ്ടെന്ന് പറയാൻ വേണമെങ്കിൽ. അങ്ങനെ ഒരാൾ ദുരൂഹമായ സാഹചര്യത്തിൽ കൊല്ലപ്പെടുന്നു. പിന്നീട് അതിലെ പ്രതികളെ പിടികൂടുന്നു, വധശിക്ഷ വരെ കിട്ടുന്നു. പക്ഷേ അതിനകത്ത് കുറേ ദുരൂഹതകളുണ്ടെന്ന് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻ വെളിപ്പെടുത്തുന്നു. ഇതൊന്നും നമ്മുടെ പ്രേക്ഷകരൊന്നും അറിഞ്ഞിട്ടില്ല, കാരണം നമ്മുടെ പത്രങ്ങളിൽ ഇതൊന്നും വരത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ കഥ ഒരു സംഭ്രമജനകമായ ഒരു അപസർപ്പക കഥ പോലെയൊക്കെ തോന്നുന്നൊരു കഥയാണ്. അത് നമുക്ക് പ്രേക്ഷകരോടൊന്ന് പറയാം. ഇത് പ്രതാപ് സിംഗ് ഖൈറോൺ, പഞ്ചാബിലെ ഏറ്റവും മികച്ച മുഖ്യമന്ത്രി, ഏറ്റവും ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം കാലിഫോർണിയ ബെർക്ക്ലി യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് MA ചെയ്തത്, MA എക്കണോമിക്സ്. അത് കഴിഞ്ഞ് മിഷിഗൻ യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് പൊളിറ്റിക്സിൽ MA ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ഈ കാർഷിക താല്പര്യമൊക്കെ കാണുമല്ലോ സിഖുകാർക്കുമൊക്കെ, പഞ്ചാബിൽ നിന്നൊക്കെയുള്ള ആളുകൾ 10 കൊല്ലം അമേരിക്കയിൽ തന്നെ താമസിച്ച് കാർഷിക രംഗത്തെ പുരോഗതിയൊക്കെ പഠിച്ച് അങ്ങനെ തിരിച്ചു വന്നിട്ടാണ് ഇവിടെ രാഷ്ട്രീയത്തിലൊക്കെ ഈ പ്രതാപ് സിംഗ് ഖൈറോൺ പ്രവർത്തിക്കുന്നത്. ഈ അമൃത്സറിൽ ആ കാലത്ത് അത്യാവശ്യം ദിവ്യനായിരുന്ന നിഹാൽ സിംഗിൻ്റെ മകനാണ് പ്രതാപ് സിംഗ് ഖൈറോൺ. ഈ സ്ത്രീ വിദ്യാഭ്യാസത്തിന് വേണ്ടിയൊക്കെ വാദിച്ചിരുന്ന ഒരാളാണ് ഈ അച്ഛൻ നിഹാൽ സിംഗ്. അദ്ദേഹം ഈ പട്ടി എന്ന് പറഞ്ഞ സ്ഥലത്ത് പഞ്ചാബിൽ ഒരു ഗേൾസ് ഹൈസ്കൂൾ സ്ഥാപിക്കുകയും ചെയ്തിരുന്നു അച്ഛൻ. അത്യാവശ്യം സൗകര്യമൊക്കെ ഉള്ള കൊണ്ടാണ് മകനെ അമേരിക്കയിലൊക്കെ അയക്കുന്നത്. 1901 ഒക്ടോബർ 1-നാണ് പ്രതാപ് സിംഗ് ഖൈറോൺ ജനിക്കുന്നത്. അത് കഴിഞ്ഞ് ഈ ഫാമിംഗ് അതൊക്കെ പഠിച്ചിട്ടാണ് ഈ പഠിത്തത്തിൻ്റെ കൂടെ ഇതൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പാർട്ട് ടൈം ജോലിയും ചെയ്യുന്നുണ്ടായിരുന്നു. ഫാമിൽ ഫാക്ടറീസിലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് 10 കൊല്ലം കൂടി അവിടെ ഇരുന്ന് ഫാമിങ്ങിലെ മോഡേൺ ടെക്നോളജീസൊക്കെ പഠിച്ചിട്ടാണ് തിരിച്ചു വരുന്നത്. 1947-49 സർക്കാരിൽ പുനരധിവാസ മന്ത്രിയായിരുന്നു. എന്ന് വെച്ചാൽ വിഭജനം നടന്നല്ലോ ഇന്ത്യയുടെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരുപാട് പേര് പലായനം ചെയ്ത് വരുന്നുണ്ടല്ലോ. ഇവരെയൊക്കെ പുനരധിവസിപ്പിക്കുക എന്നുള്ളൊരു ദൗത്യം തന്നെ ഏറ്റെടുത്ത് അതിൻ്റെ മന്ത്രിയായിട്ട് അത് ഗംഭീരമായിട്ട് വിജയിപ്പിച്ച ആളാണ് പ്രതാപ് സിംഗ്. ഇത്രയും പശ്ചാത്തലമൊക്കെ ഉള്ളതുകൊണ്ട് 1.4 കോടി ആളുകൾ ഡിസ്പ്ലേസ്ഡ് ആയിരുന്നു വിഭജനത്തിന് ശേഷം. അത്രയും ആളുകളെ പുനരധിവസിപ്പിച്ചു. വലിയ ടാസ്ക് ആണല്ലോ. വലിയ ടാസ്ക് ആയിരുന്നു. 1,40,00,000 പേര് എന്നൊക്കെ പറയുന്നത്. അതെ, അത്രയും പേര് ചെയ്തു. പടിഞ്ഞാറൻ പഞ്ചാബിൽ നിന്ന് ഉള്ള ആളുകൾ. 1956-64 മുഖ്യമന്ത്രിയാകുന്നത്. 8 കൊല്ലം. ആ സമയത്ത് ഇദ്ദേഹം ചെയ്ത കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ ഒരു മുഖ്യമന്ത്രിക്ക് ഒരു സംസ്ഥാനത്ത് എന്തൊക്കെ ചെയ്യാൻ കഴിയും. ഇദ്ദേഹത്തിൻ്റെ കഥ എല്ലാ MLA-മാർക്കും പാഠപുസ്തകമായിട്ട് അച്ചടിച്ചു കൊടുക്കേണ്ടതാണ്. പ്രൈമറി മിഡിൽ സ്കൂൾ വിദ്യാഭ്യാസം നിർബന്ധിതമാക്കി, സൗജന്യമാക്കി. അന്ന് തന്നെ ഈ കാർഷിക സർവകലാശാല ഉണ്ടാക്കി അവിടെ പഞ്ചാബ്. പിന്നെ കുരുക്ഷേത്ര സർവകലാശാല ഉണ്ടാക്കി. ഇതൊക്കെ ഇദ്ദേഹം ഉണ്ടാക്കിയതാണ്. PG ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിസിൻ ഹോസ്പിറ്റല് ചണ്ഡീഗഡിലെ വളരെ പ്രശസ്തമാണല്ലോ, അതും ഇദ്ദേഹത്തിൻ്റെ സംഭാവനയാണ്. പിന്നെ ചെറിയ ചെറിയ സ്ഥലങ്ങൾ ഉണ്ടാവുമല്ലോ ഓരോരുത്തർക്ക്, ഇതെല്ലാം കൂടി കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നിച്ചൊരു വലിയ ലാൻഡ് മാസ് ആക്കിയിട്ട് അങ്ങനെ കൃഷി ചെയ്യുക എന്നുള്ള പദ്ധതി അവിടെയാണ് ആദ്യമായിട്ട് നടപ്പാക്കിയത്. ഒരാൾക്ക് 5 സെന്റ് 10 സെന്റ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കിടക്കുമല്ലോ. ഇത് ഏക്കറുകളായിട്ട് ഒന്നിച്ച് ഫാമിംഗ് എന്ന് പറഞ്ഞ പരിപാടി ചെയ്യുന്നത്. ഈ പഞ്ചാബൊക്കെ ഉണ്ടാവുമ്പോൾ ലഹോർ പാകിസ്ഥാനിലേക്ക് പോയിരുന്നു. ലഹോറാണല്ലോ തലസ്ഥാനം. നമ്മൾ ഈ കഥ പറയുന്ന സമയത്ത് പഞ്ചാബും ഹരിയാനയും അവിഭക്ത പഞ്ചാബ് എന്ന് പറഞ്ഞ് കിടക്കുക. ഹരിയാന വേറെ സംസ്ഥാനം അല്ല. അത് പ്രത്യേകിച്ച് ഓർക്കണം ഈ അവസാനം ഈ സംഭവം പറഞ്ഞു വരുമ്പോൾ. ലഹോർ പോയി കഴിഞ്ഞപ്പോൾ ഒരു തലസ്ഥാനം വേണമല്ലോ, അതാണ് ചണ്ഡീഗഡ്.
അപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ ഇവിടുത്തെ മേസ്തിരിമാരെ കൊണ്ട് പണിയിപ്പിക്കാം എന്നൊക്കെയാണല്ലോ ആലോചിക്കുക. ഇങ്ങനെ അമേരിക്കയിൽ നിന്ന് ആർക്കിടെക്റ്റ് ആൽബർട്ട് മേയറെ കൊണ്ടുവന്നിട്ടാണ് ചണ്ഡീഗഡ് പ്ലാൻ ചെയ്യുന്നത്. ചണ്ഡീഗഡ് ഒരു പ്ലാൻഡ് സിറ്റിയാണ്. അതെ. അപ്പോൾ 1949 പണി തുടങ്ങിയിട്ട് 1960 ചണ്ഡീഗഡിന്റെ പണി തീരുന്നത്. ഇത്രയുമൊക്കെ ഇങ്ങനെ ചെയ്താണ്. ഇത് ഇന്ന് നമ്മൾ കാണുന്ന പഞ്ചാബിനെ സൃഷ്ടിച്ചെടുത്തത് ഇദ്ദേഹമാണ്. പ്രതാപ് സിംഗ് കാണുമ്പോൾ ഈ കേരളത്തിലെ മുഖ്യമന്ത്രിമാരെ കുറിച്ച് എനിക്ക് ഓർമ്മ വരുന്നു. ഞാൻ കിണറ്റി ചാടണോ അവർ കിണറ്റി ചാടുമോ എന്തോ. ഫരീദാബാദ് വ്യവസായ നഗരമാക്കിയത്. അന്ന് ഫരീദാബാദ് പഞ്ചാബിന്റെ ഭാഗമാണ്. ഫരീദാബാദ് വ്യവസായ നഗരമാക്കിയത് പ്രതാപ് സിംഗ് കൈറോണാണ്. എല്ലാ ഗ്രാമങ്ങളിലും വൈദ്യുതി എത്തിച്ചു. എല്ലായിടത്തും വൈദ്യുതി എത്തിച്ചു. ജലസേചനം എല്ലായിടത്തും എത്തിച്ചു. റോഡുകൾ ധാരാളമായിട്ട് പണിതു. അടിസ്ഥാന സൗകര്യം ഒക്കെ കറക്റ്റാക്കി. പഞ്ചാബിന് കൃഷി ചെയ്താൽ മതി എന്നുള്ള അവസ്ഥ കൊണ്ടുവന്നു. 1964 നെഹ്റു മെയ്യിൽ മരിക്കുന്നു. 64 അത് കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിനെതിരെ അഴിമതി ആരോപണങ്ങൾ ഇങ്ങനെ ഒന്നിന് പിന്നാലെ ഒന്നായി വരാൻ തുടങ്ങി. സംരക്ഷിച്ചുകൊണ്ടിരുന്ന നെഹ്റു ഇല്ലാതായപ്പോൾ കാരണം ഇദ്ദേഹത്തിന് എതിർപ്പുകൾ ഉണ്ട്. പ്രധാനമായിട്ടും ഇദ്ദേഹത്തിൻ്റെ ശത്രു എന്ന് പറയുന്നത് അന്ന് പഞ്ചാബിലെ പ്രധാനപ്പെട്ട ഈ കോൺഗ്രസ് നേതാവായിരുന്ന ഇദ്ദേഹത്തിന്റെ ശത്രു കോൺഗ്രസിലെ തന്നെ ദേവിലാൽ, ചൗട്ടാലയുടെ അച്ഛൻ ഓം പ്രകാശ് ചൗട്ടാല, ദേവിലാൽ ആയിരുന്നു പ്രധാനപ്പെട്ട ശത്രു. അപ്പോൾ ഈ അഴിമതി ആരോപണങ്ങളെ സംബന്ധിച്ച് 3 അന്വേഷണങ്ങൾ നടന്നു. ഒന്നും കിട്ടിയില്ല. ഇദ്ദേഹം നെഹ്റു രാജിവെച്ച് 64 മെയ്യിൽ മരിച്ചിട്ട് ജൂണില് പ്രതാപ് സിംഗ് കൈറോൺ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ച് കഴിഞ്ഞിട്ട് ഈ ദേവിലാലിൻ്റെയും കൂട്ടരുടെയൊക്കെ ശ്രമഫലമായിട്ട് ഇയാളുടെ വീട്ടുവളപ്പില്ലേ, ആ ഭൂമിക്കടിയിൽ 3 കോടി രൂപയുടെ സ്വർണം കുഴിച്ചിട്ടിട്ടുണ്ടെന്നൊരു കുംഭകോണം പറഞ്ഞു പരത്തിയിട്ട് ഇവിടെ വന്ന് കുഴിച്ചു നോക്കി പറമ്പ് മൊത്തം. ഒന്നും കിട്ടിയില്ല. വല്ലാതെ ഈ അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമം നടന്നു. നെഹ്റുവിന് ശേഷം ഇയാളെ ഡയബറ്റിക് പേഷ്യൻ്റ് ആയിരുന്നു. അപ്പോൾ ഒരു സർക്കാർ ഡോക്ടറെ ഇയാൾ എപ്പോഴും കൂടെ കൊണ്ടു നടന്നിരുന്നു എന്നൊരു ആരോപണം പോലും വന്നു. ഒരു രോഗി ഒരു ഡോക്ടറെ കൊണ്ടുപോകുന്നത് എന്തോ വൃത്തികെട്ട പരിപാടിയാണെന്നുള്ള രീതിയിലും ആരോപണങ്ങൾ ഏതോ തറ ലെവലിൽ പോലും. അല്ല, ഇപ്പം നമ്മുടെ VIP-മാരൊക്കെ പോകുമ്പോഴത്തേക്ക് ഒരു ആശുപത്രിയാണ് കൂടെ പോകണം, ആംബുലൻസിനകത്ത്. അതെ, ഇത് ഒരു ഗവൺമെൻറ് ഡോക്ടറെ കൊണ്ടുപോയി എന്ന് പറഞ്ഞ് ആരോപണമായിട്ട് വന്നു. ഇതുപോലെ സ്വർണത്തിൻ്റെ കാര്യം പറഞ്ഞ പോലെ. അത് കഴിഞ്ഞ് ഇദ്ദേഹം ഡൽഹിയിൽ നിന്ന് തിരിച്ച് ഒരു മടക്കയാത്രയിൽ ഇദ്ദേഹം കൊല്ലപ്പെടുകയാണ്. എങ്ങനെ കൊല്ലപ്പെടുന്നത് എന്താണെന്ന് വെച്ചാൽ GT റോഡിൽ സോണിപ്പത്ത് GT റോഡിൽ ഡൽഹിയിൽ നിന്ന് കാറിൽ വരികയാണ്. അടുത്താണല്ലോ. സോണിപ്പത്തിൽ റായ് എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ച് ഇദ്ദേഹത്തിൻ്റെ കാറ് തടഞ്ഞു നിർത്തിയിട്ട് വെടിവെച്ച് കൊല്ലുകയാണ് ഇദ്ദേഹത്തിനെ. അപ്പോൾ കൂടെയുള്ളവർ പ്രതാപ് സിംഗ് കൈറോൺ മാത്രമല്ല കൊല്ലപ്പെട്ടത്, കൂടെ ഉണ്ടായിരുന്ന 3 പേരും കൊല്ലപ്പെടുന്നുണ്ട്. PA അജിത് സിംഗ്, പിന്നെ ഒരു IAS ഓഫീസർ, അവിടുത്തെ ഒരു സർക്കാർ പൊതുമേഖലാ സ്ഥാപനത്തിൻ്റെ ഡയറക്ടറായിരുന്ന ആള് ബൽദേവ് കപൂർ, അദ്ദേഹം, പിന്നെ ഡ്രൈവർ ദലീപ് സിംഗ്. ആ 3 പേരും കൊല്ലപ്പെട്ടു ഈ വെടി വെച്ചിട്ട്. ഇതിൽ സുച്ച സിംഗ് എന്ന് പറഞ്ഞൊരാളാണ് ഗൂഢാലോചന നടത്തിയത്. ഈ സുച്ച സിംഗിന് ഇയാളോട് നേരത്തെ എതിർപ്പുണ്ടായിരുന്നു, വൈരാഗ്യം. ഇങ്ങനെയാണ് പോലീസ് കേസ് പോയത്. കൈറോണിനോട് വൈരാഗ്യം ഉണ്ടായിരുന്നു. അജിത് സിംഗ് എന്ന് പറഞ്ഞൊരു ഇയാളുടെ സുച്ച സിംഗിൻ്റെ സുഹൃത്തിനെയും ആ അജിത് സിംഗിൻ്റെ അച്ഛൻ ബീർ സിംഗിനെയും ഒരു കൊലക്കേസിൽ കൈറോൺ പെടുത്തിയതാണെന്ന് ഇയാൾ വിശ്വസിച്ചു. അതിൻ്റെ പക തീർത്തതാണ് എന്നായിരുന്നു പോലീസ് കേസ്, കൈറോണിനെ കൊല്ലാൻ. എന്തായാലും ഇവരാണല്ലോ കൊന്നത്. 4 കൊലയാളികൾ ഉണ്ടായിരുന്നു. 3 പേരെയാണ് പിടിച്ചത്, സുച്ച സിംഗും ബൽദേവ് സിംഗും നഹർ സിംഗ്, ഈ വെടിവെച്ചവർ എന്ന് പറഞ്ഞിട്ട്. ഇവരെ 1970 തൂക്കിക്കൊന്നു. ഇനി 4-മനുണ്ടല്ലോ. അപ്പോൾ ഇനി ഉള്ള കഥ
ഈ പ്രതാപ് സിംഗ് ഖൈറോണിൻ്റെ ഇളയ മകൻ പ്രതാപ് സിംഗ് ഖൈറോൺ എ വിഷണറി എന്ന് പറഞ്ഞ പുസ്തകത്തിൽ പറയുന്നതാണ്. കാരണം നാലാമതൊരാളെ പിടിച്ചിരുന്നില്ലല്ലോ. അതെ അതെ. അപ്പോൾ അയാളുടെ പേര് ദയാ സിംഗ് എന്നാണ്. അപ്പോൾ ഇളയ മകൻ ഗുരീന്ദർ സിംഗ്, പ്രതാപ് സിംഗ് ഖൈറോണിൻ്റെ ഇളയ മകൻ ഗുരീന്ദർ സിംഗ്, അദ്ദേഹത്തിന് തന്നെത്താനെ എഴുതാനായിട്ട് പ്രയാസമായിരിക്കാം. അപ്പോൾ പഞ്ചാബ് സർവകലാശാലയിലെ ചരിത്രകാരൻ കൂടെ എഴുതാനായിട്ട് ഉണ്ടായിരുന്നു, രാജീവ് ലോചൻ. അദ്ദേഹത്തിൻ്റെ ഭാര്യ സിവിൽ സർവൻ്റാണ് മീട്ട. അവർ മൂന്നുപേരും കൂടി ആണ് പുസ്തകം എഴുതിയിരിക്കുന്നത് ഖൈറോണിനെ പറ്റി. അപ്പോൾ അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ നാലാമത്തെ പ്രതി ഉണ്ടല്ലോ, ആ പ്രതി ദേവിലാലിൻ്റെ വളരെ വേണ്ടപ്പെട്ട ആളായിരുന്നു. ദേവിലാൽ എന്ന് പറഞ്ഞാൽ ഹരിയാന, പിന്നീട് മുഖ്യമന്ത്രിയായിരുന്നു, പിന്നീട് ഉപപ്രധാനമന്ത്രിയുമായിരുന്നു ദേവിലാൽ കൂടെ. അല്ല, മാത്രമല്ല ദേവിലാലിന്റെ ശത്രുത അതിനു മുമ്പേ വ്യക്തമാണ്. കാരണം ഇദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനം ഒഴിഞ്ഞപ്പോൾ 3 കോടിയുടെ സ്വർണം കുഴിച്ചിട്ടു എന്ന് പറഞ്ഞ് ആ വീട് കുഴിച്ച് മാന്തി ഇളക്കിയ ആളാണ്. അതെ അതെ, അതൊക്കെ ചെയ്തയാളാണ്. ഒരുപാട് ആരോപണം കൊണ്ടുവന്നു. കാരണം ഖൈറോണിനെ വെട്ടിയിട്ട് അയാൾക്ക് മുഖ്യമന്ത്രിയാകണം എന്നുള്ള ലക്ഷ്യമാണല്ലോ, അധികാര താല്പര്യം. അപ്പോൾ പഞ്ചാബ് MLA-മാർ ആവശ്യപ്പെട്ടിരുന്നു CBI അന്വേഷണത്തിന് വേണ്ടി. MLA-മാർ ആവശ്യപ്പെട്ടിട്ടും CBIക്ക് വിട്ടില്ല. കൊലക്കേസിൽ പോലീസ് അന്വേഷിക്കുന്ന പ്രതിയാണ് ഇയാൾ സുച്ചാ സിംഗ്. അയാൾ എന്തിനാണ് മുഖ്യമന്ത്രിയെ ആ സമയത്ത് കൊല്ലുന്നത് എന്നുള്ള ചോദ്യം, മുഖ്യമന്ത്രി ആയിരുന്ന ആളെ എന്തിനാണ് കൊല്ലുന്നത് എന്നുള്ള ചോദ്യം, അതിന് ഉത്തരവില്ല. ഓൾറെഡി അയാൾ സുച്ചാ സിംഗ് കൊലക്കേസ് പ്രതിയാണ്. മറ്റേ അജിത് സിംഗിന്റെ കാര്യം പറഞ്ഞില്ലേ, ഒരു കൊലക്കേസ് പ്രതിയെ തന്നെ വേറൊരു കൊലക്കേസിൽ പെടുത്തിക്കൊണ്ട് അതാണല്ലോ കൂടുതൽ നല്ലത്. ഒരു കൊലക്കേസും കൂടി വരുന്നു എന്നല്ലേ ഉള്ളൂ. അങ്ങനെ ചെയ്തതാണ് എന്ന് ഇതിൻ്റെ അകത്ത് പറയുന്നു. അപ്പോൾ നാലാമത്തെ പ്രതി അന്ന് പിടിക്കാതിരുന്ന പ്രൊട്ടക്ഷൻ ഉണ്ടായിരുന്നിരിക്കുമല്ലോ, അതുകൊണ്ടായിരിക്കും പോലീസ് പിടിക്കാതിരുന്നത്. നാലാം പ്രതി ദയാ സിംഗിനെ പിടിക്കുന്നത് മറ്റേവരെയൊക്കെ തൂക്കിക്കൊന്ന് 2 കൊല്ലത്തിന് ശേഷം 1972 അറസ്റ്റ് ചെയ്യുന്നത്. 1978, 6 കൊല്ലം കഴിഞ്ഞിട്ട് ഡിസംബറിൽ 1978 അയാൾക്ക് വധശിക്ഷ വിധിച്ചത്. ദയാ സിംഗിന് വേണ്ടി വധശിക്ഷയിൽ ഇളവ് ശരിയാക്കി കൊടുക്കാൻ ദേവിലാൽ തന്നെ ഇറങ്ങി. ഈ വധശിക്ഷ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ദേവിലാൽ തന്നെ ഇറങ്ങി. 1991 ഏപ്രിലിൽ സുപ്രീം കോടതി ഇത് ജീവപര്യന്തമാക്കി കൊടുത്തു. പക്ഷെ ആ സമയത്ത് ഇയാൾ ഉപപ്രധാനമന്ത്രിയാണ് ദേവിലാൽ. ഈ വധശിക്ഷ ജീവപര്യന്തമാക്കുമ്പോൾ ഉപപ്രധാനമന്ത്രിയാണ് ദേവിലാൽ. 1994 മോചിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ ദേവിലാൽ ഡെപ്യൂട്ടി പ്രധാനമന്ത്രി ആയിരുന്നത്, ഉപപ്രധാനമന്ത്രിയായിരുന്നത് 1989-90, 1990-91, അതായത് 1989 മുതൽ 91 വരെ. ആ സമയത്താണ് ദയാ സിംഗ് ഈ ഇതിൽ നിന്ന് ഊരുന്നത്, കൊലക്കയറിൽ നിന്ന്. ഈ ദേവിലാലിന്റെ കഥ ഓർക്കുന്നില്ലേ? VP സിംഗ് പ്രധാനമന്ത്രിയാവുന്ന സമയത്ത് ഇയാൾക്ക് പ്രധാനമന്ത്രിയാവണമെന്ന് തർക്കമായിരുന്നു. VP സിംഗ്, ഞാനത് ഇടയ്ക്ക് ആലോചിച്ച് ഞെട്ടാറുണ്ട്. നമ്മളെല്ലാവരും VP സിംഗ് പ്രധാനമന്ത്രിയാകുന്ന പ്രതീക്ഷിച്ചിരിക്കുകയാണ്. അന്ന് ഈ ചടങ്ങ് മുഴുവൻ ടെലിവൈസ് ചെയ്യുന്നുണ്ട്. VP സിംഗ് പ്രധാനമന്ത്രിയായിട്ട് ദേവിലാലിനെ നിർദ്ദേശിക്കുന്നു. ഇന്ത്യ ശരിക്കും പൊളിഞ്ഞു പോയത്. അതെ, ഭയങ്കര ഷോക്കായി പോയി, വലിയ ഷോക്കായി പോയി. അത് കഴിഞ്ഞാണ് എൻ്റെ ആന്റി ക്ലൈമാക്സ് വന്നു. പക്ഷെ അതിൽ അപ്പോൾ ദേവിലാൽ വന്നിട്ട് ഞാനില്ല, VP സിംഗ് എൻ്റെ പ്രധാനമന്ത്രി എന്ന് പറയുന്നു. പക്ഷെ അവിടെ അതിനകത്ത് എന്തോ ഒരു ദേവിലാലിനെ എന്തോ പറ്റിച്ചാണെന്ന് പറയുന്നത് അല്ലേ? അതെ, നാടകമാണ് ആ VP സിംഗ് അങ്ങനെ പറയും, അല്ല ഞാനില്ല, നിങ്ങൾ ഒഴിയണം, അങ്ങനെ അല്ല, VP സിംഗ് ദേവിലാലിന്റെ പേര് പറയും. ഉടനെ ദേവിലാൽ പറയും, ഇല്ല ഞാനില്ല, അങ്ങ് തന്നെ മതി എന്ന് പറയുമ്പോൾ VP സിംഗ് നിർബന്ധിക്കും. ഇതായിരുന്നു തിരക്കഥ. പക്ഷേ അത് വളരെ വിദഗ്ധമായി പ്ലാൻ ചെയ്തു. VP സിംഗ് ആദ്യം പറഞ്ഞു, ദേവിലാൽ ഇല്ല അങ്ങ് തന്നെ എന്ന് പറഞ്ഞു. പക്ഷെ VP സിംഗ് പിന്നെ മിണ്ടിയില്ല, അതോടെ പൊളിഞ്ഞു പോയി. എന്തൊരു സൈസും ഒക്കെയാണ്. ആ സമയത്ത് ഇന്ത്യ ടുഡേ വന്നൊരു ഫോട്ടോ ഞാൻ ഓർക്കുന്നുണ്ട്. ഞാൻ പഠിക്കുന്ന സമയത്താണ് ഇദ്ദേഹം വഴിയരികിൽ നിന്നിട്ട് മതിലിന്റെ പറ്റ നിന്ന് മൂത്രം ഒഴിക്കുന്ന ഫോട്ടോ. ശരിയാണ്, ഓർക്കുന്നില്ലേ? ഇതൊക്കെ വരച്ചിട്ടൊരു പടം ഉണ്ടായിരുന്നു. അദ്ദേഹം അന്ന് ഉപപ്രധാനമന്ത്രിയാകാൻ പോകുന്നതിന് തൊട്ട് മുമ്പ് റോഡ് സൈഡിൽ
ഹരിയാനയിൽ ഞാൻ ഇദ്ദേഹത്തിൻ്റെ കൂടെ പെട്ടെന്ന് ഓടിച്ചെന്ന് കയറിയിട്ട് ഇനി ഞാൻ കേരളത്തിൽ നിന്നാണ് സംസാരിക്കണം എന്ന് പറഞ്ഞിട്ട് ഇയാളുടെ വലിയ കാറിൽ എന്നെയും കൊണ്ട് പോവുകയൊക്കെ ചെയ്തിരുന്നു കുറേ നേരം. എന്നിട്ട് എന്തോ ഒരു സംഗതി കേരളത്തിലും എന്തോ കൃഷിയുടെ സാധനമൊക്കെ രാജ്യമൊട്ടാകെ എന്തോ വിമാനത്തിൽ വിതരണം ചെയ്യും, വിമാനത്തിൽ നിന്ന് താഴേക്ക് വിതറും എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ കേരളത്തിലും വിതറുമോ എന്ന് ഞാൻ ഇന്റർവ്യൂവിൽ ചോദിക്കുന്നുണ്ട്. കേരളത്തിലും വിതറും എന്ന് ഞാൻ പറയുന്ന അതൊക്കെ ഈ നമ്മുടെ ശീർഷകമായിട്ടൊക്കെ വന്നു. കേരളത്തിന്റെ അങ്ങനെ എന്തോ സംഗതി വെതർ എന്ന് പറയുന്ന. അപ്പോ പക്ഷേ വലിയ അധികാരമോഹിയായ മനുഷ്യനായിരുന്നു. അതെ, ഇയാളുടെ മകനാ ചൗട്ടാല ഒരു രക്ഷയില്ലായിരുന്നു. അതെ അതെ. ആനന്ദ് സിംഗ് ഡാംഗി എന്ന് പറഞ്ഞ ഒരാളെ ഭയങ്കരമായിട്ട് വേട്ടയാടുകയൊക്കെ ചെയ്തു. അവിടെ ഇടിക്കുകയും കുത്തുകയും ആളുകളെ കൊല്ലുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അധികാര ഭ്രാന്ത് പിടിച്ച ഒരു കുടുംബം, ഒരു അപ്പനും മകനുമായിരുന്നു ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് ഇത് ഈ കഥയിൽ അവിശ്വസനീയമായ ഒന്നുമില്ല. ഹരിയാനയുടെ മുഖ്യമന്ത്രിയാകാൻ വേണ്ടി നിലവിലുണ്ടായിരുന്ന മുഖ്യമന്ത്രിയെ പുറത്താക്കി കൊന്നുകളഞ്ഞു എന്ന് പറഞ്ഞാൽ അതൊക്കെ നടക്കും. അതായിരുന്നു ഇന്ത്യൻ പൊളിറ്റിക്സ്. ദേവിലാലിനെ പറ്റി ഈ പുസ്തകത്തിൽ ഈ പറയുന്നത് നമുക്ക് ഒട്ടും വിശ്വസിക്കാൻ ബുദ്ധിമുട്ടില്ല. ആ കുടുംബം പിന്നീടും ചെയ്തിട്ടുണ്ട്, ചൗട്ടാലയുടെ കാലത്തും ചെയ്തു. അയാൾ ഇന്ത്യൻ പ്രധാനമന്ത്രിയാവാതിരുന്നത് മഹാഭാഗ്യം അല്ലേ? അന്ന് ഈ ന്യൂസ് ട്രാക്ക് എന്നാണെന്ന് തോന്നുന്നു, ഇന്ത്യ ടുഡേയുടെ ഈ വീഡിയോകൾ, അതായത് നമ്മുടെ വീഡിയോ കാസറ്റില്ലേ, അതിൽ ന്യൂസ് കുറെ അവർ ചെയ്തിട്ട് അത് വിറ്റ് നമുക്കൊക്കെ തരുന്നുണ്ടായിരുന്നു വീഡിയോ കാസറ്റുകൾ, ന്യൂസ് ട്രാക്ക് എന്ന് പറഞ്ഞിട്ട്. അതെനിക്ക് ആദ്യം പ്രണയ് റോയ് ഈ ചാനൽ തുടങ്ങുമ്പോൾ ഈ പരിപാടി അപ്പൻ മേനോനൊക്കെ അവതരിപ്പിക്കുന്നുണ്ടായിരുന്നു ടി വിയിൽ. ആ ന്യൂസ് ട്രാക്കിൽ ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്, ഈ ചൗട്ടാലയുടെ ആളുകളെ ഈ തെരുവിൽ ഒരാളെ ഇങ്ങനെ അടിച്ചു കൊല്ലുന്ന സീൻ ഈ ന്യൂസ് ട്രാക്കിൽ കണ്ടത് ഇപ്പോഴും മനസ്സിലുണ്ട്. ഓർക്കുന്നില്ല. ഇപ്പൊ ബംഗ്ലാദേശില് അടുത്ത ദിവസം ഒരു പശുവിനെ ഒരു ക്ഷേത്രത്തിന്റെ വളപ്പിലിട്ട് പിള്ളേര് വടികൊണ്ട് അടിച്ചു കൊല്ലുന്നൊരു വീഡിയോ കണ്ട പോലെ രണ്ടും തമ്മിൽ വലിയ. ഏതായാലും വളരെ വിചിത്രമായൊരു കഥയാണ്. ദേവിലാൽ എന്ന് പറയുന്ന അധികാരകുതിയനായ രാഷ്ട്രീയക്കാരൻ്റെ കയ്യിൽ പുരണ്ട ഒരു ചോരക്കറ. അതാണ് നമ്മൾ പറഞ്ഞത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.